ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ വാഹനം തട്ടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 1ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കണ്ണൂർ പഴയങ്ങാടിയിൽ തെങ്ങ് പിഴുതു മാറ്റുന്നതിനിടെ 10 വയസ്സുകാരന്റെ ദേഹത്ത് തെങ്ങ് വീണ് ദാരുണാന്ത്യം. മരിച്ചത് കക്കാടപ്പുറം സ്വദേശി നിസാലാണ്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. വളരെ സങ്കടം തോന്നിയൊരു കാര്യമാണ്. സ്കൂൾ വാൻ തട്ടിയിട്ട് ഈ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പൊന്നും മോളുടെ ഈ ദാരുണാന്ത്യം എന്നുള്ളൊരു വാർത്ത. നമ്മുടെ മക്കളും സ്കൂൾ വിട്ടും മദ്രസയിൽ വിട്ടൊക്കെ പോകുമ്പോൾ പലപ്പോഴും ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കുട്ടികളുടെ മരണങ്ങൾ സംഭവിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു മദ്രസ വിട്ടു പോകുന്ന ഒരു കുട്ടി ഇതുപോലെ അപകടത്തിൽ പരിക്കേറ്റിട്ട് ചികിത്സയിൽ കഴിഞ്ഞ ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. ഈ ഒരു കുട്ടി ഞാനീ പറഞ്ഞത് പാലക്കാട് എരിമയൂർ ചുള്ളിമട വട്ടോട്ടിൽ കൃഷ്ണദാസിൻ്റെ മോളാണ്. തൃതീയ എന്ന് പേരുള്ള ഒരു 6 വയസ്സുള്ളൊരു പൊന്നുമോള്. ആ കുട്ടിക്കാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. സ്കൂൾ വാനിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അതേ വാഹനം തട്ടിയിട്ട് തന്നെയാണ് ഈ പൊന്നുമോള് മരണപ്പെട്ടത്. വലിയ പ്രതീക്ഷയിൽ ചികിത്സക്ക് വേണ്ടിയിട്ട് കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ചികിത്സക്കിടയിലാണ് ഈ മരണം സംഭവിച്ചത്. ഇതാ കഴിഞ്ഞ ദിവസമാണ് ഈ അപകടം നടന്നത്. സ്കൂൾ വാനിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡ് മുറിച്ച് കടക്കിരുന്നു ഈ കുട്ടി. പെട്ടെന്നുണ്ട് മുന്നോട്ടെടുത്ത വാൻ തട്ടിയിട്ട് ഈ കുട്ടിക്ക് പരിക്കേറ്റു. അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് കോയമ്പത്തൂർ കൊണ്ടുപോയത്. അവിടുന്നാണ് മരണങ്ങളൊക്കെ സംഭവിച്ചത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആ കുട്ടി റോഡ് മുറിച്ചിട്ട് കടന്ന് അങ്ങോട്ട് അപ്പുറത്ത് എത്തിയിട്ടുണ്ടോ, അതിന് രക്ഷിതാക്കൾ വന്നിട്ടുണ്ടോ? ഇതൊക്കെ ബസ്സിലൊരു ജീവനക്കാരി വേണ്ട, ഒരു ആയ വേണ്ടേ? നമ്മുടെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാത്തതാണ് ഈ ഒരു പൊന്നുമോളുടെ മരണത്തിനിടയാക്കിയത്. ഇപ്പോൾ ഒരു മദ്രസയിലൊരു അപകടം നടന്ന ഒരു വീഡിയോ ദിവസങ്ങൾക്ക് മുൻപാണ് അത് വന്നത്. ആ കുട്ടിയുടെ ഒരു വീഡിയോയും ഫോട്ടോയും വന്നത്. ആ കുട്ടി മദ്രസ വിട്ടിട്ടുണ്ട് ഓടിപ്പോവാണ്. അറ്റ്ലീസ്റ്റ് ആ ഉസ്താദുമാരോ ആരെങ്കിലും ഒരു ജീവനക്കാരാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു അപകടമുള്ള ഒരു റോഡ് സൈഡാണെങ്കിൽ ഒന്ന് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി ഒരാളാക്കിയിരുന്നെങ്കിൽ പഠിച്ചോനെ ആ കുട്ടികൾക്കൊക്കെ ജീവനോടെ വീട്ടിലേക്ക് പോകാമല്ലോ. ഒരു നിമിഷം നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കളും കൂടെ തിരിച്ചു വരിക. ഉമ്മമാരുടെ ഒരു ആദ്യം ഉണ്ടാവും. മക്കളിൽ നിന്ന് വന്നവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്തല്ലാതെ ഉമ്മാക്ക് എന്താ പറയുക ഒരു മനസ്സമാധാനം കിട്ടില്ല. അപ്പോഴൊക്കെയാണ് സ്കൂളിൽ നിന്ന് വരുന്ന പൊന്നുമക്കൾ, വിശന്ന് വരുന്ന പൊന്നുമക്കൾ ഇങ്ങനെ മരണപ്പെടുമെന്ന് കേൾക്കുന്നത്. പഠിച്ചോൻ ആ കുട്ടിക്ക്, ആ ഒരു കുട്ടിയുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നിസ്സഹായരാണ് നമ്മളൊക്കെ. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ തൃതീയയുടെയും അതേപോലെ മദ്രസ വിട്ടുപോകുമ്പോൾ അപകടത്തിൽ മരിച്ചുപോയ ഈ കുട്ടിയുടെയൊക്കെ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യണം. മറ്റൊന്ന് കേട്ടത്, ഞാൻ വേറൊരു കുട്ടിയുടെ ഒരു വാർത്ത കേട്ടത് കണ്ണൂർ ജില്ലയിലാണ്. മുട്ടം വെങ്ങര മാപ്പിള UP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിസാൽ എന്ന് പേരുള്ള ഈ കുട്ടിക്ക് മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ചൊരു കുട്ടിയാണ്. പാവം ആ കുട്ടിയാണ് ഇങ്ങനെ ഒരു തെങ്ങ് വീണിട്ട് അപകടത്തിൽ മരണപ്പെട്ടു പോയത്. ഇന്നലെ രാവിലെ ഒരു 11 മണിക്ക് വീടിനടുത്തുള്ള ഒരു പറമ്പിൽ JCB ഉപയോഗിച്ചിട്ട് തെങ്ങ് മുറിക്കുന്നതിനിടെയാണ് ഈ തെങ്ങ് കുട്ടിയുടെ മേത്തേക്ക് വീണ അപകടം ഉണ്ടായത്. കണ്ണൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും 2 മണിയോടെ ഈ കുഞ്ഞിക്കിളിയുടെ ആത്മാവ് സ്വർഗത്തേക്ക് പറന്നുപോയി. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള പറമ്പ് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തെങ്ങ് JCB കൊണ്ട് തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിക്കാത്ത സൈഡിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണപ്പോൾ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ നിസാലും അതുപോലെ തന്നെ 2 കുട്ടികളും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 പിള്ളേർ ഓടി. പക്ഷേ എന്ന് പറഞ്ഞാൽ നിസാലിന് ഓടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അവൻ്റെ തലയിലേക്ക് വീണു. ഈ കുട്ടിക്ക് നടക്കാൻ വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അവർ 3 കുട്ടികൾ, അവനും അവൻ്റെ 2 ജ്യേഷ്ഠന്മാർക്കും ഓൾറെഡി നാട്ടിലെല്ലാവർക്കും അറിയാം അസുഖമാണ്. അങ്ങനെ 2 പേര് പാരലൈസായിട്ട് വീൽ ചെയറിലാണ്. അപ്പോൾ ആകെ ഇവ മാത്രമേ ഉള്ളൂ നടക്കുന്നത്. പിന്നെ എന്താ പറയുക, ആ സമയത്ത് ഇവരെ മാറ്റാനോ അവരോട് മാറി നിൽക്കാനോ പറയാൻ ആരും ഉണ്ടായില്ലേ? എന്താണ് തെങ്ങ് വീഴുന്ന കണ്ടിട്ട് ആൾ ഓടി വന്നിരുന്നത് മാറ്റാൻ. പക്ഷേ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കിൽ വീണ് കഴിഞ്ഞു. 2 കുട്ടികൾ ഓടി. പക്ഷെ അവനിക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ നടക്കുള്ളൂ. വീണ് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി അതിനപ്പം തന്നെ അവനും വീണു എന്നാണ് പറഞ്ഞത്. ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ ചുറ്റുപാട് അവിടെ ചുറ്റുപാട് പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ JCB തെങ്ങ് ഇതാക്കുന്നുണ്ട്. ആ പെണ്ണുങ്ങളൊക്കെ വീട്ടിലെല്ലാവരും ഉണ്ട്. പിള്ളേർ പിന്നെ ഓടിക്കളിക്കുന്നല്ല. അവരുടെ അടുത്ത് ഇപ്പം എന്താ പറയുക, പിന്നെ തെങ്ങ് ഇങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴുമെന്നുള്ളത് ആരും ഇതാക്കിയുള്ള കുറച്ച് ദൂരത്താണ്. പക്ഷെ എന്താ പറയുക, അതിന് ഈ തെങ്ങ് എന്താ നമ്മൾ പറയുക, കുട്ടികൾക്കത് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും. മുതിർന്ന നമ്മളല്ലേ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. പടച്ചോൻ്റെ വിധി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിലും ക്ഷമയോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. ഞാനത് വീഡിയോയിൽ പറയാനും പ്രാർത്ഥന ഉൾപ്പെടുത്താനും ഞാൻ വിട്ടുപോയി.
ഒരു മലയാളി യുവാവ് അബുദാബിയിൽ മരണപ്പെട്ട ഒരു വാർത്ത വലിയ സങ്കടം തോന്നിയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഉമ്മ മരിച്ചിട്ട് ആ ഉമ്മയുടെ കബറടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് 20 ദിവസത്തിന് ശേഷമാണ് ഈ മലയാളി യുവാവ് അബുദാബിയിൽ മരണപ്പെട്ടത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ചിത്താരി സ്വദേശി MP മുഹമ്മദ് ഇർഷാദ് എന്ന 36 വയസ്സുള്ള ഒരു യുവാവ് അറ്റാക്കായിട്ടാണത്രേ മരണപ്പെട്ടത്. പ്രിയപ്പെട്ട 2 പേരുടെ മരണം തുടർച്ചയായിട്ട് സംഭവിച്ചതിൻ്റെ ആഘാതത്തിലാണ് നാട്ടിലെയും പ്രവാസ ലോകത്തേക്ക് ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരൊക്കെ. കാരണം ഉമ്മ മരിച്ചിട്ട് ആ ഉമ്മയുടെ മയ്യത്ത് കാണാൻ വേണ്ടി വന്ന ഒരാൾ അതും കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു പോയിട്ട് അവിടുന്ന് അറ്റാക്കായിട്ട് മരിച്ചു. ഒരു പക്ഷേ ഉമ്മയുടെ മരണം ഏൽപ്പിച്ചൊരാഘാതമായിരിക്കാം. അള്ളാഹു ആ യുവാവിന് എന്താ പറയുക, മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രധാനം ആ ഉമ്മാക്കും മോൻക്കും. ഇവരുടെ ഈ ഉമ്മയുടെ ഖബറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മോൻ്റെയും ഖബർ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ ആളുടെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇവൻ്റെ ഉപ്പ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ അബുദാബിയിൽ വർഷങ്ങളായിട്ട് ഗ്രോസറി നടത്തി വരിയിരുന്നു ഈ മുഹമ്മദ് ഇർഷാദ്. വളരെ ചുറുചുറുക്കുള്ള നല്ലൊരു മനുഷ്യൻ. ഇദ്ദേഹത്തിന് പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ അറ്റാക്ക് വരാൻ മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല ആരോഗ്യവാനാണ്. എന്നാൽ ഈ മാസം 7-നാണ് നാട്ടിൽ ഉമ്മ മൈമൂന മരിച്ചു എന്ന് അറിഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഉമ്മയുടെ ഒരു മരണം. അങ്ങനെ ഉമ്മയുടെ ഒരു മരണസമയം അബ്ദുൽ ഖാദർ അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പ. എന്നാൽ ഇവിടെ നിന്ന് പോയ മുഹമ്മദ് ഇർഷാദിന് ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഉമ്മയുടെ മുഖമൊന്ന് അവസാനമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. കാരണം അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് പെട്ടെന്ന് വിമാന ടിക്കറ്റ് ലഭ്യമായില്ല. അങ്ങനെ വിമാനം ലേറ്റായി, ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് എയർപോർട്ടിൽ വന്നിട്ട് ചുരുങ്ങിയത് 5 മണിക്കൂർ യാത്ര ചെയ്താലാണ് കാസർഗോഡ് കാഞ്ഞങ്ങാടേക്ക് എത്തുള്ളൂ. ഉമ്മയോട് വളരെ സ്നേഹമായിരുന്നു ഈ മുഹമ്മദ് ഇർഷാദിന്. അങ്ങനെ ആ മരണം എന്നുള്ളത് താങ്ങാവുന്നതിലപ്പുറമാണ്. അവനാ എന്താ പറയുക, ഫ്ലൈറ്റ് കിട്ടാൻ വൈകി. അവനക്ക് ഉമ്മയുടെ മയ്യത്ത് കാണാൻ പറ്റുമോ ഇല്ലേ, ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ കരിപ്പൂര് വന്ന് ഇറങ്ങി. അവനക്ക് എന്താണ് അവനോട് പറയേണ്ടത്, അന്നത്തെ ആ ഒരു നിമിഷം അവിടെ അനുഭവിച്ച ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ. അവിടെ ചെന്നിട്ട് എന്താ പറയുക, ഉമ്മാൻ്റെ മുഖം കാണുന്നതിന് മുൻപ് തന്നെ അവർ കബറടക്കങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു, വരാൻ വൈകിപ്പോയി. ആകെ 60 വയസ്സാണ് ഉമ്മക്ക് പ്രായം ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ സ്ട്രോക്ക് വന്ന് ചികിത്സയിലായിരുന്നു. കൂടാതെ ഏകദേശം 2 വർഷത്തോളമായിട്ട് ക്യാൻസറിനും ചികിത്സ ആയിരുന്നു ആ ഉമ്മ. മൈമൂനയുടെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് ഈ മാസം 17-ന് അബുദാബിയിലേക്ക് മടങ്ങിയതാണ് ഈ മുഹമ്മദ് ഇർഷാദ്. വല്ലാത്ത വിഷമത്തിലിരുന്നു അവൻക്ക്. ആ ഉമ്മയുടെ ഒരു വേർപാട് അവൻക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ബന്ധുക്കൾ പറയുന്നൊരു കാര്യം അങ്ങനെയാണ്, വളരെ അടുപ്പമുള്ളവരോട് എപ്പോഴും ഉമ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് കരയുമായിരുന്നു അത്രേ. അത്രയും ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കളെന്ന് പറഞ്ഞാൽ ഉമ്മ ഇല്ലാതാവണം. അപ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം, അല്ലെങ്കിൽ നമുക്ക് ഉമ്മ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോൾ ഉമ്മ നമ്മുടെ പ്രസൻറ്റിലുണ്ടെങ്കിൽ ഉമ്മയുടെ ഒരു വിയോഗം ഈ വീഡിയോ കാണുന്ന പലരുടെയും മാതാപിതാക്കളിൽ ഉമ്മ മരണപ്പെട്ടവരുണ്ടാവും, ഉപ്പ മരണപ്പെട്ടവരുണ്ടാവാം. ഇപ്പോൾ എൻ്റെ ഉപ്പ മരണപ്പെട്ട ഒരാളാണ്. പലരുടെയും അവരോട് ചോദിച്ചാൽ അറിയാം മിസ്സിങ് എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഈ ഉമ്മാക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ സംബന്ധിച്ച് വാക്ക് പാലിക്കാൻ കഴിയാത്തതിൽ ഏറെ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അത്രേ. ഉമ്മയോട് ഇനിയും ഏറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയലുണ്ട്. അങ്ങനെ ഉമ്മ വല്ലാത്തൊരു വികാരമായിരുന്നു. അങ്ങനെ മരണം സംഭവിച്ച ദിവസം മുഹമ്മദ് ഇർഷാദ് പതിവ് പോലെ അവനവൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് അബുദാബിയിൽ ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിലേക്ക് പലചരക്ക് കടയിലേക്ക് ഉച്ചയ്ക്ക് ശേഷം എത്തിയതാണ്. പിന്നീട് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് വന്നു. തൊട്ടടുത്ത കടയിൽ ഒരാളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീണതാണ്. വിവരം അറിയിച്ചതിനെ തുടർന്നിട്ട് സ്ഥലത്ത് ആംബുലൻസിൽ എത്തി അവിടുത്തെ പാരാമെഡിക്കലുകൾ ജീവൻ രക്ഷിക്കാനൊക്കെ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടു എന്നതാണ്. വെള്ളിയാഴ്ച ഒരു പുലർച്ചെയാണ് മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോയത്. ഒടുവിൽ ഏറെ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിടത്തിനരികെ തന്നെ മുഹമ്മദ് ഇർഷാദും അന്ത്യവിശ്രമം കൊള്ളേണ്ടി വന്നു എന്നുള്ളതാണ്. ആരും അങ്ങനെ ഒരു അവസ്ഥക്കാരും ഭാര്യയും 2 മക്കളും ഈ ഒരു ഇർഷാദിനുണ്ട്. അള്ളാഹു ആ ഒരു യുവാവിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാൻ സത്യത്തിൽ ഈ മരണം നടന്ന സമയത്ത് ഞാൻ ആ വാർത്ത കണ്ടിരുന്നെങ്കിലും ഞാനത് വായിച്ചിരുന്നില്ല. സത്യത്തിൽ ഞാൻ ഇന്നലെയാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു യുവാവിനെ കുറിച്ചുള്ളൊരു മരണ വാർത്ത ഇത്രത്തോളം വളരെ ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ വളരെ വിഷമകരമാണെന്ന് മനസ്സിലാക്കിയത്. ഉമ്മയെ സ്നേഹിച്ച ഒരു പൊന്നുമോൻ, അത് നമുക്കൊരു വളരെ വലിയ പാടാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പോകണം. അത്രയും നല്ല സംശുദ്ധമുള്ള ഒരു ജീവിതം. അവനെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു റാഹത്താണ്. ആത്മീയമായിട്ടും അല്ലെങ്കിൽ നല്ലൊരു ഈമാനുള്ളൊരു മുഖം. നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് എവിടുന്നോ കണ്ട് പരിചയമുള്ള ഒരാളായിട്ട് ഫീൽ ചെയ്യാറില്ലേ? അത്തരം ഒരാളായിട്ട് എനിക്ക് തോന്നിയത്. ഇതൊന്നും നമ്മുടെ ആയുസ്സൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ആ സ്കൂൾ വിട്ട് വന്ന തൃതീയ എന്ന് പറഞ്ഞ പെൺകുട്ടി, തെങ്ങ് മുറി കാണാൻ നിൽക്കുന്ന കണ്ണൂരത്തെ ആ ഒരു പൊന്നുമോന് 4ാം ക്ലാസ്സുകാരൻ, എന്താണിപ്പോൾ
അള്ളാഹു നൽകുന്നൊരു വിധിക്കപ്പുറം നമ്മളില്ലെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്ന്. പടച്ചോൻ ആ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകട്ടെ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പൊടുന്നനെയുള്ള അപകടമരണത്തിൽ നിന്ന് ഒരു കാവലുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു യുവാവിൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. അനാഥരായ 2 മക്കൾ, അത് ആലോചിക്കുമ്പോഴാണ് വല്ലാത്തൊരു വേദന. ഉമ്മയോടുള്ളൊരു സ്നേഹമായിരിക്കും. എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് അത് ആ ഒരു ദുഃഖം, ഉമ്മയുടെ ഒരു അഭാവം അല്ലെങ്കിൽ ഉമ്മ ഇല്ലാത്തൊരവസ്ഥ, ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഒരു പക്ഷേ ഹൃദയം പൊട്ടിയിട്ടുണ്ടാവാം. എപ്പോഴും ദുഃഖങ്ങൾ എന്നുള്ളത് നമ്മളെ മുഴുവനായിട്ട് തകർക്കുന്നൊരവസ്ഥയിലേക്ക് വരരുത് എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.